പെട്രോളിന് വില കൂടിയൊക്കെയാണെങ്കിൽ നാട്ടിലെ എല്ലാ സാധനങ്ങൾക്കും വില കൂടും. പിന്നെയല്ല, ചരക്ക് കൂലി കൂടും, യാത്രാക്കൂലി കൂടും, വണ്ടിക്കൂലി കൂടും. അതിനാണ് ആദ്യം പെട്രോളിൻ്റെ വില കൂട്ടുന്നത്. ആ പെട്രോളിൻ്റെ കൂടെ ഇവിടെ BJP അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് 50 റുപ്യക്ക് പെട്രോളും 50 റുപ്യക്ക് ഡീസലും കൊടുക്കുന്ന. ഇപ്പം ഇന്നലെ കുറച്ച് ചേച്ചിമാര് സമരം ചെയ്യുന്നുണ്ട്. KSRTCയിൽ ഫ്രീ സൗജന്യ യാത്ര. ഇപ്പം നിലവിൽ ഗവൺമെന്റ് വന്നിട്ടില്ല. ആ ഒരു ഗവൺമെന്റ് വരുന്നതിന് മുന്നേ തന്നെ ഫ്രീ കൊടുക്കുന്നു. ഗവൺമെന്റ് വന്ന് പ്രഖ്യാപനം വന്ന് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററെ തെരഞ്ഞെടുത്തതിന് ശേഷമൊക്കെ ചെയ്യേണ്ട സമരമാണ്. ഇവരൊരു കാര്യം ചെയ്യട്ടെ, ഈ 50 രൂപക്ക് പെട്രോൾ കൊടുക്കും എന്ന് പറഞ്ഞ ആളുകൾ ഈ 50 റുപ്യക്ക് പെട്രോൾ കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു തരിക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം കുറെ കാലം നടക്കണം. ഇപ്പോൾ ഓല കത്തിയിട്ട് കയറി കഴിഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ ഒരു 3 രൂപ കൂടി കഴിഞ്ഞാൽ കുറേ ചിലവുകൾ, ഇലക്ഷന് കുറേ ചിലവ് നിൽക്കുന്നത്. ആ ഇലക്ഷൻ്റെ ചിലവുകൾ മുതലാക്കൾ ഒരു കാരണം മാത്രമാണ് ഈ പൈസ കൂട്ടുന്നത്. ആ യുദ്ധം കാരണമൊന്നുമല്ല, അത് സർക്കാർ വെറുതെ പറയാണ്. യുദ്ധം കാരണമോ എന്തെങ്കിലും ഒരു കാരണം വേണ്ട വില കൂട്ടാൻ, അതിനുവേണ്ടി അങ്ങനെ പറയാണ്. 1500 രൂപ പെട്രോൾ അടിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 1000 രൂപ കിട്ടും. ചാവടിക്ക് പൈസ കിട്ടാത്ത അവസ്ഥ. പിന്നെ പ്രധാനമന്ത്രി പറയുന്നത് യുദ്ധമാണ് കാരണമെന്നുള്ളത്. അത് അയാൾ പലതും പറയും. അയാൾക്ക് അങ്ങനെ പറഞ്ഞിട്ട് തയ്ക്കോ? അയാളതൊന്നും നമ്മൾ ആരും. ഞാനിന്ന് രാവിലാണ് സോഷ്യൽ മീഡിയയിൽ അറിയുന്നത്. കാരണം ഞങ്ങളെപ്പോലുള്ള സാധാരണ ജീവനക്കാർ, അതായത് തൊഴിലാളികൾ, അവർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം. കാരണം എൻ്റെ വണ്ടി നോക്കി, ഇത് നല്ലോണം കുടിക്കുന്ന സാധനമാണ്. അപ്പോൾ ഓരോന്നായിട്ടുള്ള അത് എന്തായാലും ഇപ്പം ഇനി എത്ര കൂടിയാലും പെട്രോൾ വണ്ടി ഉണ്ടെങ്കിൽ ജനങ്ങളത് നോക്കൂല. അത് അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുള്ളൂ, ഇത്ര ആയി അത്ര ആയി എന്നൊക്കെ. പക്ഷെ എന്തായാലും അവനാണ് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അതിലെന്തായാലും സാധനം വേണ്ട, പെട്രോൾ വേണ്ട. അപ്പം അതിൽ ആ പൈസ കൂടുന്ന് പറഞ്ഞിട്ട് എത്രയോ വർഷമായിട്ട്, ഇപ്പം എൻ്റെ ചെറുപ്പത്തിലും കൂടുന്നുണ്ട്. ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞെന്ന് പറയും. ഇപ്പോഴാണ് ക്രൂഡ് ഓയിലിന് വില കൂടിയെന്ന് കേൾക്കുന്നത് യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ എന്തായാലും ഇത് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കല്ലാതെ ഇതിനെ എന്താ പറയുക, എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഗ്യാസ് ആണെങ്കിലും ഡീസൽ ആണെങ്കിലും രണ്ടും ജനജീവിതത്തെ പ്രശ്നം ഉണ്ടാവും. ഗ്യാസ് ആണെങ്കിൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഡീസൽ അറിയുമ്പോൾ ഭക്ഷണ സാധനത്തിന് വില കൂടും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഭക്ഷണ സാധനത്തിന് വില കൂടുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഡീസലിന് വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചാർജും കൂട്ടണം. അല്ലാണ്ട് ഈ ഡീസലിന് വില കൂട്ടിയിട്ട് കാര്യമില്ല. അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെട്രോൾ വാഹനങ്ങൾക്ക് പ്രശ്നം വരും. എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് മാറും. അപ്പോൾ എല്ലാം കൊണ്ട് പ്രശ്നമാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് ഒന്നാമത് വിലക്കയറ്റം ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ LDF സർക്കാരിൻ്റെ ടൈമാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ പാർട്ടീൻ്റെ ടൈമാണ്. അപ്പോൾ ഓല് തീരുമാനിക്കട്ടെ. ഓക്കെ, അത് കേന്ദ്ര സർക്കാരാണെങ്കിലും ഇപ്പോൾ പല സംസ്ഥാനത്താണെങ്കിൽ പല റേറ്റിലാണ് ഇപ്പോൾ ഡീസലിനും പെട്രോളിൻ്റെ ഒക്കെ വില. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റിൽ വരുമ്പോൾ നോർമൽ മറ്റുള്ള സ്റ്റേറ്റിലെ മാതിരിയല്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെത് മാത്രമല്ല, സ്റ്റേറ്റിൻ്റെ പ്രശ്നം കൂടിയാണ്. അപ്പോൾ എല്ലാം പരിഹരിച്ച് ജനങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ നല്ല കാര്യം. ഇന്നലെ മുതൽ പെട്രോളിന് 3 രൂപ വർദ്ധിച്ച് ഏകദേശം 180 രൂപയാണ് കോഴിക്കോട് വരുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ച് ഗ്യാസിന് വില കൂടുന്നു, സാധനങ്ങൾക്കൊക്കെ വില കൂടുന്നു. 4 ദിവസം കഴിഞ്ഞാൽ പാലിന് വില കൂടുന്നു അറിയുന്നു. പെട്രോളിന് വില കൂടിയത് സാധാരണക്കാരെ സംബന്ധിച്ച് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും? പെട്രോളിന് വില കൂടിയൊക്കെയാണെങ്കിൽ നാട്ടിലെ എല്ലാ സാധനങ്ങൾക്കും വില കൂടും. പിന്നെയല്ല, ചരക്ക് കൂലി കൂടും, യാത്രാക്കൂലി കൂടും, വണ്ടിക്കൂലി കൂടും. അതിനാണ് ആദ്യം പെട്രോളിൻ്റെ വില കൂട്ടുന്നത്. ആ പെട്രോളിൻ്റെ കൂടെ ഇവിടെ BJP അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് 50 റുപ്യക്ക് പെട്രോളും 50 റുപ്യക്ക് ഡീസലും കൊടുക്കുന്ന. ഇപ്പം ഇന്നലെ കുറച്ച് ചേച്ചിമാര് സമരം ചെയ്യുന്നുണ്ട്. KSRTCയിൽ ഫ്രീ സൗജന്യ യാത്ര. ഇപ്പം നിലവിൽ ഗവൺമെന്റ് വന്നിട്ടില്ല. ആ ഒരു ഗവൺമെന്റ് വരുന്നതിന് മുന്നേ തന്നെ ഫ്രീ കൊടുക്കുന്നു. ഗവൺമെന്റ് വന്ന് പ്രഖ്യാപനം വന്ന് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററെ തെരഞ്ഞെടുത്തതിന് ശേഷമൊക്കെ ചെയ്യേണ്ട സമരമാണ്. ഇവരൊരു കാര്യം ചെയ്യട്ടെ, ഈ 50 രൂപക്ക് പെട്രോൾ കൊടുക്കും എന്ന് പറഞ്ഞ ആളുകൾ ഈ 50 റുപ്യക്ക് പെട്രോൾ കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു തരിക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ കേന്ദ്രമന്ത്രി പറഞ്ഞത് എല്ലാ രാജ്യത്തും പെട്രോളിന്റെ വില കൂടിയിട്ടുണ്ട്, അതിന്റെ ഭാഗമാണ് ഇവിടെയും കൂടിയത് എന്നാണ് പറയുന്നത്. എല്ലാ രാജ്യത്തും കൂടിയിട്ടുണ്ടോ ഉള്ളത് എനിക്കറിയില്ല. ഞാൻ കാരണം അന്താരാഷ്ട്ര വിപണനല്ല, അന്താരാഷ്ട്ര വിപണി നോക്കലുമില്ല. നമ്മൾക്ക് എന്താ നോക്കുന്നത്, നമ്മളെ നാട്ടിൽ പെട്രോളിന് വില കൂടുന്നുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന്. ഈ പണ്ട് ബാരലിന് 140 ഉള്ള സമയത്ത് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ പെട്രോളിന് 60 റുപ്യ ഉള്ളതിന് ഇപ്പം ബാരലിന് എത്രയാണ്? 90 ആ റേഞ്ചല്ലേ, 100 രൂപയുടെ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ 150 റുപ്യ 100 രൂപ. യുദ്ധത്തിന്റെ അതൊക്കെ കാരണം പറച്ചില്ല. ഇറാനിൽ നിന്ന് വരെ എണ്ണ എടുക്കുന്നൊന്നുമില്ലല്ലോ. ഇന്ത്യ ഗവൺമെന്റ് ഇറാനിൽ നിന്നാണ് എണ്ണ കൊണ്ടുവരുന്നത്. ഇറാനിൽ നിന്ന് കൊണ്ടുവരുന്ന എണ്ണയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയുന്നത്. പിന്നെ ഹോർമൂസ് കടലിടുക്കിന്റെ പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത്. അതൊന്നും ഇവിടുത്തെ സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നമല്ല. സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നം എന്താ? ഇവിടെ എണ്ണക്ക് വില കുറയണം.
നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയണം, ഗ്യാസിന് വില കുറയണം. ഗ്യാസിന് കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ എത്രയാണ് പൈസ? 400 റുപ്യാണ്. ഇപ്പം 1000 റുപ്യാണ് വില. എല്ലാ മേഖലയിലും നമ്മളെ വിലക്കയറ്റത്തിൻ്റെ ഇതിലൊക്കെ ബാധിക്കും. യാത്രാ സൗകര്യത്തിൽ എല്ലാ മേഖലയിലും അതിൻ്റെതായ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിലായി. യുദ്ധം കാരണമാണ് എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. അതൊരു ഭാഗമാണ്. അങ്ങനെ ആവാൻ കാരണമില്ലല്ലോ. യുദ്ധം കുറേ കാലമായി നടക്കണം. ഇപ്പോൾ ഓല കത്തിയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ഒരു 3 റുപ്യ കൂടി കഴിഞ്ഞാൽ കുറേ ചിലവുകൾ, ഇലക്ഷന് കുറേ ചിലവ് നിൽക്കുന്നത്. ആ ഇലക്ഷൻ്റെ ചിലവുകൾ മുതലാക്കൾ ഒരു കാരണം മാത്രമാണ് ഈ പൈസ കൂട്ടുന്നത്. ഇങ്ങനത്തെ കാരണം ഓർക്ക് അറിയാം. മിക്കവാറും BJP ഭരണത്തിൽ വരുള്ളൂ. വേറെ അതിനുള്ള മാറ്റം വരുവാണ്. അപ്പോൾ ഓർക്ക് എന്ത് വേണമെങ്കിൽ ഓർക്ക് ചെയ്യാം. വേറൊരാൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരു കടകട ഉണ്ടെങ്കിൽ മാത്രമല്ലേ കുറയ്ക്കണമല്ലേ ആവണമെന്നുള്ളൂ. ഒരിക്കലും അതിനുള്ളൊരു കൂടില്ല. ഇനി ഇത് സാധനം കൂടിക്കൂടില്ല വരല്ല. ഓലെ കൈമലായിപ്പോയി മൊത്തം. സാധനങ്ങൾക്ക് വില കൂടും, എല്ലാ സാധനവും കൂടും. യുദ്ധം ഒരു കാരണം തന്നെ. വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ലോറികൾക്ക് പറഞ്ഞാൽ 3 റുപ്യ കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറികൾ 50-60 ലിറ്റർ അടിക്കുന്ന ആൾക്കാരാണ്. 100, 150, 200 ലിറ്റർ. അപ്പോൾ ഓർക്ക് ആ റേഞ്ചിലേക്ക് മാറുമ്പോൾ അത് 1000, 1500 മാറി. അപ്പോൾ വലിയ ലോങ് ഓടുന്ന ആൾക്കാർക്ക് അത് വലിയ വിഷയമാണ്. നമ്മൾക്ക് 3 റുപ്യ പറഞ്ഞാൽ നമ്മൾ 100 റുപ്യ അടിച്ച് പോകുന്ന ആൾക്കാരായിരിക്കും. 100, 200. പക്ഷേ ലോറികളൊക്കെ എന്ന് പറഞ്ഞാൽ ഓർക്ക് ഭയങ്കര കാരണം. ഇപ്പോൾ 50,000 ഓടുന്ന ലോറിയാണെങ്കിൽ അത് 60,000 എത്തും. അപ്പോൾ പോസ്റ്റ് മാറി. അപ്പോൾ സാധനത്തിന് എത്ര പെട്ടെന്ന് വില കൂടുന്നു നമ്മളെ മനസ്സിലാക്കിയാൽ മതി. ഒരു 10 റുപ്യയുടെ സാധനം കൊണ്ടുവരുന്നത് 12 റുപ്യയായി, 13 റുപ്യ റേഞ്ചിലേക്ക് എത്തി. അപ്പോൾ നമ്മൾക്ക് ആ 13 റുപ്യ നമ്മൾ ചിലവാക്കണം. നമുക്ക് എല്ലാ സാധനത്തിൻ്റെ മുകളിൽ 3 റുപ്യ കൂടാ ചെയ്യണേ. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാര്യം സാധനം വാങ്ങാൻ പോകുമ്പോൾ എനിക്കൊരു 3 റുപ്യ ഗ്യാസ് കോസ്റ്റ് എന്ന് കഴിഞ്ഞാൽ ഞാൻ 2 റുപ്യ ലാഭം വെച്ച് നോക്കണ്ടേ. ആ 2 റുപ്യ എന്താകുമെന്ന് അറിയോ? നിങ്ങൾക്ക് അത് 5 റുപ്യ മാറേ. ഓല 3, ഇൻ്റെ 2, അത് 5 മാറി വരുന്നത്. അത് ഭയങ്കര വിഷയമാണ്. എന്ത് കാര്യത്തിലായാലും ഭയങ്കര വിഷയത്തിലേ വരും. അതിപ്പോൾ 3 റുപ്യ പോലും കൂട്ടുകയാണെങ്കിൽ ഞാൻ 2 കൂട്ടും. അപ്പോൾ എൻ്റെ വക 1 റുപ്യ കൂടെ എക്സ്ട്രാ കൂട്ടും. ഇപ്പോൾ ഏത് വെച്ചാൽ ഇപ്പോൾ ഗ്യാസിന് അങ്ങനല്ലേ. 120 ബീഫ് ബിരിയാണി ഇപ്പോൾ 160 ഇപ്പോൾ കഴിച്ചു തരുന്നത്. എത്ര പെട്ടെന്നാണ് ഓല് പറയുന്നത് ഗ്യാസിന് വില കൂട്ടണം. ഗ്യാസിന് ആകെ 150, 200 കോടി. ഇവർ 1000 കോടിക്കോട്ടെ. എന്നാലും പെട്ടെന്നുള്ളൊരു കൂടുതൽ നമ്മൾക്ക് എത്ര പോകണം? 40 റുപ്യ 10 ബിരിയാണി കൂട്ടി തന്നാൽ നമ്മൾ 2 വെച്ച് 80 റുപ്യ നമ്മൾ എക്സ്ട്രാ പോകണം. ഇതൊക്കെ നമ്മളെ ചിലവ് നോക്കണ്ടേ. കഴിയുന്നത് എന്തൊക്കെയെന്ന് അറിയാം. കഴിയുന്നത് നമ്മളായ കോസ്റ്റ് കുറച്ചിട്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ച് ചെയ്യുക. അതേമാത്രം ഈ പെട്രോളിന് എന്തായാലും വില കുറയണമെന്ന് സമരം നിർബന്ധത്തിലേക്ക് മാറണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും കറണ്ട് ബില്ല് ഇപ്പോൾ കൂടുതലാണ്. ഞാൻ ഇപ്പോൾ 200 യൂണിറ്റിൽ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ ചുരുങ്ങിയത് ഇരട്ടി ഡബിളാണ് വരുന്നത്. എല്ലാ വീട്ടിലും ഒരു 5, 6 വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ എത്ര കറണ്ട് ബില്ല് എന്തായാലും 200 യൂണിറ്റിൻ്റെ മുകളിലാവും. അപ്പോൾ അതൊരു ഇതാണ്. കഴിയുന്നത് പെട്രോളിലെ ഒരു കാര്യം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ സമരം ചെയ്യണം നിർബന്ധമാണ്. ജനങ്ങൾ ചെയ്യണം. ഇനി പാർട്ടി ചെയ്തില്ലെങ്കിലും ജനങ്ങൾ സമരം ചെയ്യണം. വളരെ ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോൾ പെട്രോൾ വില കൂടി കഴിഞ്ഞാൽ തന്നെ നമ്മളെ പോലത്തെ ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടിച്ചിട്ട് 300, 400 ഞങ്ങളൊക്കെ അടിക്കൽ. അപ്പോൾ ഇങ്ങനെ വില കൂടി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. യുദ്ധത്തിൻ്റെ മുന്നേ ഇതേപോലെ വില കൂടിയിട്ടുണ്ടല്ലോ. ഒരു കാരണമാക്കിയിട്ട് പറയാമെന്ന് മാത്രമാണ് നമ്മൾ വിചാരിക്കുന്നത്. സാധനത്തിനൊക്കെ വില കൂടിക്കൊണ്ട് നിൽക്കാൻ ഇപ്പോൾ പെട്രോളും ഡീസലിനൊക്കെ കൂടി. അതുപോലെ തന്നെ ഇനി കൂടാൻ വേണ്ടി നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി പോക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ജനങ്ങൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടാണ്. പെട്രോളിന് വില കൂടിയതുകൊണ്ട് മറ്റു എല്ലാ സാധനങ്ങൾക്കും വില കൂടും. അതുകൊണ്ട് വല്ല വിഷമത്തിലാണ്. സർക്കാർ വേണ്ട നടപടി എടുക്കണം അതിനു വേണ്ടി. ആ യുദ്ധം കാരണമൊന്നല്ല, അത് സർക്കാർ വെറുതെ പറയണം. യുദ്ധം കാരണമോ എന്തെങ്കിലും ഒരു കാരണം വേണ്ട വില കൂട്ടാൻ. അതിനുവേണ്ടി അങ്ങനെ പറയണം. പെട്രോളിന് 3 രൂപ വർദ്ധിപ്പിച്ചു. സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. താങ്കളെ പോലെയുള്ള തൊഴിലാളികൾക്ക് ഇത് എത്രത്തോളം ബാധിക്കും? നമുക്കത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഒരു 300 റുപ്യ ഒരു ലോങ് 500 റുപ്യ അടിക്കേണ്ടത് ഇപ്പോൾ ആ പെട്രോൾ 400 റുപ്യ അടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ അതിന്മേൽ 100 രൂപ പോയി. അല്ലെങ്കിൽ പണി മോശമാണ്. യുദ്ധം കാരണമാണെന്നാണ് പറയുന്നത്. എന്ത് യുദ്ധം? ഇത് 2014 മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ക്രൂഡ് ഓയിൽ 76 റുപ്യ ഉണ്ടാകുമ്പോൾ അന്ന് 65 റുപ്യ എന്തിനുണ്ട്. അത്രക്കും ഇപ്പോഴത്ര ഒന്നും ഇല്ലല്ലോ ക്രൂഡ് ഓയിലിന്. ഇത് തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തുന്നല്ലേ വില കൂട്ടാൻ. ഈ ജനങ്ങൾക്ക് വലിയ ഒരു അടി തന്നെയാണ്. കാര്യം ഇന്നത്തെ കാലം കൂലിപ്പണിയെടുത്ത് ജീവിക്കണമെനിക്ക് ഈ പെട്രോളിൻ്റെ വില ഒന്നും താങ്ങാൻ കഴിയണം അപ്പുറമാണ്. അത് യുദ്ധം കാണുന്ന അവർ പറയണതാണ്. സത്യാവസ്ഥ ഒന്നും നമുക്കറിയില്ലല്ലോ. അത് കൂടും. ഈ ഇറക്കുമതി കയറ്റുമതി തന്നെ ഈ ലോറികൾക്കൊക്കെ അതിൽ ഇങ്ങനെ പെട്രോളിന് വില കൂടുന്നതനുസരിച്ച് അവരെ അതിലും റേറ്റ് കൂടുന്നുണ്ട്. അത് മൊത്തം ജനങ്ങൾക്ക് തന്നെയാണ് ബാധിക്കുക. വില കൂടിയത് ഏറ്റവും വലിയ നഷ്ടമായിരിക്കാലോ മത്സ്യത്തൊഴിലൊക്കെ. കാരണം
ഒരു 1000 ഉറുപ്പ്യൻ്റെ അടിച്ചു പോയാൽ ഒരു 1000 ഉറുപ്പ്യൻ്റെ മീൻ വരെ കിട്ടാത്ത അവസ്ഥ ഇപ്പോൾ കാറ്റും കടലൊക്കെ ആയിട്ട് അമ്പ നഷ്ടം പെട്രോളിന് വില കൂടിയിരുന്നു. മീനിക്ക് വില കൂടും, മീൻ കിട്ടാനില്ല. മീൻ അല്ലെങ്കിൽ ഇപ്പം തന്നെ സ്റ്റോർ റൂമിലെ മീനിക്കൊക്കെ വില കൂടുതലാണ്. ഇപ്പം മീൻ കിട്ടാനില്ല. മത്സ്യത്തൊഴിലാളിക്ക് ഭയങ്കര നഷ്ടപ്പെട്ടു. ആളുകൾ മേടിക്കാൻ ഭയങ്കര ഇതാണിപ്പോൾ. ഒരു 1000 1500 പെട്രോൾ അടിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1000 ഉറുപ്പ്യ കിട്ടും. ചാവടിക്കുന്ന പൈസ കിട്ടാത്ത അവസ്ഥ. പിന്നെ പ്രധാനമന്ത്രി പറയുന്നത് യുദ്ധമാണ് കാരണമെന്നുള്ളത്. അതൊക്കെ അയാൾ പലതും പറയും. അയാൾക്ക് അങ്ങനെ പറഞ്ഞിട്ട് തയ്ക്കോ. അയാളൊന്നും നമ്മൾ ആരും വിശ്വസിക്കുന്നത്. അയാൾ ആദ്യം പറഞ്ഞു നമുക്ക് പാവപ്പെട്ടവർക്ക് ബാങ്കിലേക്ക് പൈസ തന്നെ ഇവിടെ ഇട്ടേക്കണ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും പ്രധാനമന്ത്രി ഒന്നും ഒത്തിരി കാര്യം. തീർച്ചയായിട്ടും അത് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ എല്ലാ സാധനത്തിനും വില കൂടും, വണ്ടിക്കാർ വില റേറ്റ് കൂട്ടും. അപ്പോൾ അതിനോട് കൊണ്ടുവരുന്ന സാധനം എല്ലാം ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനമല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. അതെന്താണെന്ന് അറിയാൻ പറ്റുമോ എനിക്ക്, അതിന് കറക്റ്റായി അറിയാൻ പറ്റില്ല. ഗ്യാസിനും ഒക്കെ വില കൂടിയിട്ടുണ്ട്, ജനങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ട്. അത്ര പെട്രോളും ഡീസലും വില കൂടിയത് എല്ലാ മേഖലയിലും വലിയ ബാധിക്കൽ തന്നെയാണ്. 3 ഉറുപ്പ്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് 1000 ലിറ്റർ ദിവസം തീരുന്നില്ലേ. അപ്പോൾ ഒരു വലിയൊരു പൈസ അല്ലേ പോണത് എല്ലാ ജനങ്ങളും കൂടിയിട്ട്. അത് വലിയ പൈസ തന്നെയാണ്, വലിയ ബാധിക്കുന്ന കേസ് തന്നെയാണ്. എല്ലാതെ ജീവിക്കാൻ ഇനി വലിയ പ്രയാസങ്ങളായിരിക്കും. കാരണം എല്ലാ സാധനത്തിനും വില കൂടല്ലേ. ഇപ്പോൾ ഗ്യാസിന് എത്ര 160 200 അങ്ങനെ എന്തോ കൂടി. പെട്രോളിന് 3 ഉറുപ്പ്യ കൂടി. ആളുകൾ 3 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ ചെറുതാക്കി കാണണ്ട, വലിയൊരു പൈസ തന്നെയാണെന്ന് പോണത്. അപ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ വലിയൊരു പ്രശ്നം തന്നെ ആവും. പറയണത് അങ്ങനെ ആയിരിക്കും, പക്ഷെ എന്താണ് ഇതിൻ്റെ ഉൾവശം എന്ന് നമുക്കറിയില്ല. പെട്രോൾ ഇറങ്ങുന്ന ഇവിടെ കേരളത്തിൽ വരുന്നുണ്ട്, ഒരു പ്രയാസം നമ്മൾ കാണില്ല പെട്രോൾ പമ്പിൽ. പിന്നെ വേറൊരു പെട്രോൾ പമ്പ് എന്താണ് ഈ വേറെ ഒരു പേരുള്ളത് 115 രൂപ. പെട്രോളൊക്കെ ഒന്ന് തന്നെയാണ്. അവർ പറഞ്ഞ മൈലേജ് കൂടുക ഒക്കെ കണക്ക് തന്നെയാണ്. പെട്രോൾ ഒന്ന് തന്നെയാണ്, ഒരു കൊള്ള തന്നെയാണത്. 115 രൂപയാണ് നിൽക്കുന്നത്. നമ്മളെ മാത്രത്തൊക്കെയുള്ള പെട്രോൾ പമ്പില്ലേ, നയാര പെട്രോൾ പമ്പ് 115 രൂപ പ്രൈവറ്റ് പെട്രോൾ പമ്പ്.